ഒരു കാരണവുമില്ലാതെ നിന്നോട് വഴക്കുണ്ടാക്കുന്ന വ്യക്തികൾ നിന്റെ ജീവിതത്തിൽ കാണാം. അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ടായിരിക്കാം, പാർക്കുന്ന ദേശത്ത്, ജോലി ചെയ്യുന്ന ഓഫീസിൽ, പഠിക്കുന്ന കോളേജിൽ, നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിൽ നിങ്ങൾക്കെതിരെ വഴക്കുണ്ടാക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഹൃദയത്തിൽ മുറിവേൽക്കപ്പെട്ട ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ളവരോടുള്ള ഒരു ആത്മീക സന്ദേശമാണ് ഇന്ന് കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായത്തിന്റെ 15 വാക്യം. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അതെന്റെ ഹിതപ്രകാരം അല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്, ഒരുത്തൻ നിന്നോട് വഴക്കുണ്ടാക്കുന്നെങ്കിൽ അതെന്റെ ഹിതപ്രകാരം അല്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ വ്യക്തിയിൽ നിന്ന്, ആ ശക്തിയിൽ നിന്ന് നിനക്ക് മോചനം തരാൻ പോവാം. അതെന്റെ ഹിതപ്രകാരം അല്ലാത്തത് കൊണ്ട് നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ആ വഴക്ക് നിലനിൽക്കുകയില്ല. അതുണ്ടാക്കുന്ന വ്യക്തി നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. വർഷങ്ങളായി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നിന്റെ ആത്മീക ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന വ്യക്തികളെയും ശക്തികളെയും പരിശുദ്ധാത്മാവ് കാണുക. നിനക്ക് സ്വസ്ഥകരമായ ഒരു ലൈഫ് പരിശുദ്ധാത്മാവ് ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന് വിരോധമായി നിനക്ക് അസ്വസ്ഥത വരുത്തി നിനക്കെതിരെ നിഗൂഢ പദ്ധതികൾ മെടഞ്ഞുകൊണ്ടിരിക്കുന്ന പൈശാചികവും മാനുഷികവുമായ കറുത്ത കരങ്ങൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിന്ന് തകർന്നു വീഴാൻ പോകുകയാണ്. ദൈവം നിന്നെ അത്ഭുതകരമായി നടത്തും. ദൈവഹിതമല്ലാത്ത ചില ദുഷ്ടന്റെ നിഗൂഢ പദ്ധതികളെ ഇന്ന് രാവിലെ ദൈവം ക്യാൻസൽ ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ നിന്നോട് പറയുന്നത്, ധൈര്യമായി മുന്നോട്ട് പോകുക. എൻ്റെ ഹിതപ്രകാരമല്ലാതെ നിന്നെ പലതരത്തിൽ ദ്രോഹിക്കുന്ന ചില കറുത്ത കൈകൾ വഴിമാറിപ്പോവുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നമുക്കൊന്നിച്ച് പറയാം, അവർ നിന്റെ മുമ്പിൽ വീഴാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആത്മീക ജീവിതത്തെ മുന്നോട്ട് വിടാതെ പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ ഒരുക്കുന്ന മാനുഷിക പൈശാചിക കരങ്ങൾ നിന്റെ മക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വിരോധമായി പോരാടുന്ന എല്ലാ കരങ്ങളും അവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയിട്ട് കർത്താവെ, കർത്താവിനെ മുറുകെ പിടിച്ചൊരു ലൈഫ് നിന്റെ മക്കൾക്ക് കൊടുക്കണം. പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ എതിരികൾ ഉടനെ അവസാനിക്കും. നീ അനുഗ്രഹിക്കപ്പെടും. ഗോഡ് ബ്ലെസ് യു.